അസ്സലാമു അലൈക്കും. ഇനി 20 മിനിറ്റ് ചോദ്യം മുജാഹിദ് വിഭാഗത്തു നിന്ന്, അതിന് മറുപടി. അതേപോലെ രണ്ടാമത് 20 മിനിറ്റ് ചോദ്യം സുന്നി വിഭാഗത്തു ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. കാരണം ഇവിടെ നമ്മുടെ സഹോദരൻ സുലൈമാൻ സഖാഫി ആദ്യമായി വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ സുന്നികൾ മഹാന്മാരല്ലാത്തവരോട് സഹായം തേടുന്നുണ്ട് എന്നത് ശരിയാണ്, പക്ഷേ ഞങ്ങൾ അവർക്ക് സമദിയത്ത് കൽപ്പിക്കുന്നില്ല. സമദ് അള്ളാഹു ആണെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ മക്കാ മുശ്രിക്കുകൾ അവർ അള്ളാഹു സമദാണെന്ന് വിശ്വസിച്ചിരുന്നില്ല, അവർ അവരുടെ ആരാധ്യന്മാർ സമദാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് ശിർക്കാണ്, ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല. ഇതാണ് അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിന്റെ ആകത്തുക. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കഴിഞ്ഞ മുഖാമുഖങ്ങളിലും ഖണ്ഡന പ്രസംഗങ്ങളിലും ഒക്കെ ഇവർ പലയിടത്തും ആളുകളെ കുപ്പിയിലാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ് ഈ സമദിയത്ത് എന്ന ഓലപ്പാമ്പ്. അത് കൃത്യമായി ഞങ്ങളുടെ കഴിഞ്ഞ മറുപടികളിലും ചോദ്യങ്ങളിലും ഞങ്ങൾ കൃത്യമായി കലക്കി കൊടുത്തിട്ടുണ്ട്. ആ സമദിയത്ത് നിങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സമദിയത്തുമായി ബന്ധപ്പെട്ട എന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. മക്കാ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാർക്ക് സമദിയത്ത് കൽപ്പിച്ചിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടോ സഹീഹായ ഹദീസ് കൊണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. എന്റെ രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ഞങ്ങളുടെ വിഷയാവതരണത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇബാദത്ത് ദുആ രണ്ട് തരണ്ട്. അത് ഇബാദത്താകുന്ന ദുആയുണ്ട്, ഇബാദത്താകാത്ത ദുആയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ എണീക്കുമ്പോൾ മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ നിരവധി പ്രാർത്ഥനകൾ ചൊല്ലിയത് ഒരുപക്ഷെ ഇവിടെ തെളിവായി കൊണ്ടുവരുമെന്ന് മുൻകൂറായി പറഞ്ഞുകൊണ്ട് മൂപ്പര് പറഞ്ഞു, അതൊക്കെ ഇബാദത്തായ ദുആയാണ്, പക്ഷേ ഞങ്ങൾ നടത്തുന്ന ഇബാദത്താകുന്ന ദുആയല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ശരി, ഇബാദത്തല്ലാത്ത ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതിന് തെളിവുണ്ടോ? അള്ളാഹു അല്ലാത്തവരോട് ഇബാദത്താവുന്ന ദുആ നടത്താൻ പാടില്ല, ഞങ്ങൾ നടത്തി അള്ളാഹു അല്ലാത്ത ഇബാദത്താവുന്ന ദുആ നടത്തുന്നില്ല എന്നും. എങ്കിൽ ഇബാദത്തല്ലാത്തൊരു ദുആ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയത് എവിടെയാണ്? പൈനുപരിത്തരിച്ച് അഊദു ബികലിമാത്തില്ലാഹി താമാത്തി, അത് കുൻ എന്ന അള്ളാഹുവിന്റെ സിഫത്തിനോടാണ്, അല്ലാതെ ഒരിക്കലും സൃഷ്ടികളോടല്ല. ഇമാം അഹ്മദ് ഖുർആൻ മഖ്ലൂഖ് അല്ല എന്നതിന് തെളിവ് പിടിച്ചത് ആ ഹദീസാണെന്ന് ഞാൻ ഖത്താബിയുടെ വാചകം ഇബ്നു ഹജർ അസ്കലാനി ഉദ്ധരിച്ചത് ഞാനിവിടെ പറഞ്ഞു. അപ്പൊ ഇബ്നു ഹജറും ഖത്താബിയും അതുപോലെ തന്നെ ഇമാം അഹ്മദ് എന്നവരും ആക്കാൻ സംബന്ധിച്ചതാ. ഇബ്നു ഹജർ അസ്കലാനി തന്നെ വേറെ സ്ഥലത്ത് പറഞ്ഞു, ഖദീമായ അള്ളാഹിനോട് മാത്രമേ ഇസ്തിആദത്ത് പാടുള്ളൂ. അതുകൊണ്ട് അത് തെളിവല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് എപ്പോഴെങ്കിലും ഇബാദത്തല്ലാത്ത ദുആ അള്ളാഹു അല്ലാത്തവരോട് നടത്തിയതിന് വ്യക്തമായ ഒരു രേഖ സഹീഹായ ഹദീസിൽ നിന്നും നിങ്ങൾ ഉദ്ധരിക്കണം. അതിന് നിങ്ങൾ അത് രണ്ടും വേർതിരിക്കാനുള്ള നിങ്ങളുടെ മാനദണ്ഡം എന്താണ് എന്നുകൂടി അറിയേണ്ടതുണ്ട്. പിന്നെ ഞാൻ മൂന്നാമതായി ഇവിടെ ചോദിച്ചിരുന്ന ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ സദസ്സിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരുപാട് സഹാബികൾ അവരുടെ റസൂലിന്റെ അസാന്നിധ്യത്തിൽ വെച്ച് എന്തെങ്കിലും കാര്യത്തിൽ റസൂലിനെ വിളിച്ച് സഹായം തേടിയതായി തെളിയിക്കാമോ? അതിനു മുമ്പ് ആകെ പറഞ്ഞത് കണ്ണൂട്ടന്റെ ഹദീസാ. കണ്ണ് കാണാത്ത ആള് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് നബിയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോ മുഹമ്മദ് നബിയെ മുമ്പിൽ കണ്ടുകൊണ്ട് അത് തവസ്സുലാണ്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന വിഷയം തവസ്സുലാണ്, അത് ഇസ്തിഗാസല്ല, ചർച്ചയുമായി ബന്ധപ്പെട്ടതുമല്ല എന്ന് ഞങ്ങൾ അവിടെ വെച്ച് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല വിദൂര സ്ഥലങ്ങളിൽ വെച്ച്. പിന്നെ യാ ഇബാദല്ലാഹി യഗീസൂനി എന്നത് അത് ദഈഫാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഉത്ബയുടെയും ഇബ്നു സൈദിന്റെയും ഇടയിലുള്ള ഇംഗിത്താഴ്, അത് ഞാൻ പറഞ്ഞു സഹീഹായ ഹദീസാണെങ്കിൽ മുത്തസിലായിരിക്കണം എന്ന ഷർത്തുണ്ട്. ആ ഷർത്ത് പൂർത്തിയാക്കാത്താണ് നമ്മുടെ വ്യവസ്ഥയിൽ രണ്ടാമത് പറഞ്ഞത് സഹീഹായ ഹദീസ് എന്നാണ്. സഹീഹായ ഹദീസിന്റെ നിർവചനത്തിന് പുറത്താണത്. അതുകൊണ്ട് അത് തെളിവാക്കേണ്ടതില്ല. അതിനി ശൗക്കാനിയല്ല, ആരുദ്ധരിച്ചിട്ടും കാര്യമില്ല. ശൗക്കാനി പറഞ്ഞതും ആര് പറഞ്ഞാലും സഹീഹായ ഹദീസ് അല്ലെങ്കിൽ അതിന്റെ പേരിൽ പറയുന്ന കാര്യം ഒരിക്കലും സ്ഥാപിതമാവുകയില്ല. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഹദീസ് ലൈഫാണെന്ന കാര്യം അയാൾക്ക് ബോധ്യപ്പെടാതിരിക്കാം, പിൽക്കാലക്കാർക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യാം. അതാണ് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് അത് തെളിവല്ല. ഇനി ഞാൻ ഒരു ചോദ്യം കൂടി കൂടുതൽ ചോദിക്കുകയാണ്. ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് പുറമെ അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ? നിങ്ങൾ പറയുന്നതാണല്ലോ, ഇപ്പോ രോഗം മാറ്റിത്തരണേ അള്ളാഹുവിനോടും പറയാ, മൊയ്തീൻ ശൈഖിനോടും പറയാ. ഹിദായത്തിലാക്കി തരണേ അള്ളാഹിനോടും പറയാ, റസൂലിനോടും പറയാ. അതുപോലെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, സൃഷ്ടികളോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ വ്യത്യാസമുണ്ടോ? അള്ളാഹുവോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? കഴിഞ്ഞ ഒരു ചർച്ചയിൽ നിങ്ങൾ പാടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? കാരണം അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും അവന്റെ സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ട് എന്നാണെങ്കിൽ അത് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. പാടില്ല എന്നാണെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്കിവിടെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നാം വളരെ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൗലവി സാഹിബ് നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുകയാണ്. പാവം കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും അതിന് മറുപടി പറയുന്നതിന് മുമ്പ് മൗലവി സാഹിബ് നേരത്തെ ഒരു പ്രയോഗം നടത്തി. ഞങ്ങൾ ക്രൈം വാസിക വായിക്കും, അത് നിങ്ങൾ പറഞ്ഞതിൽ വിലാസമില്ലാത്ത, ഞങ്ങൾ വായിച്ച പുസ്തകം വിലാസമില്ലാത്തതാണ്. നല്ല മൗലവി, വിലാസമുണ്ട്, നിങ്ങൾ തന്നെ സമ്മതിച്ചതാ, നിങ്ങളെ വിചിന്തന അതിന് തെളിവാ. ഇതിൽ തന്നെ പറയുന്നു ഇത് ആരൊക്കെയാണ് നിങ്ങൾക്ക് വിദേശ ബ്രാൻഡുള്ള മദ്യം കുടിച്ചത് ആരൊക്കെയാണെന്ന് ഇതിൽ തന്നെ പറയുന്നു. കുടിപ്പിച്ചതും ഇതിൽ എഴുതിയതും ആരാണ്? ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, അബ്ദുസലാം സുല്ലമി, CP ഉമർ സുല്ലമി, AK മുഹമ്മദ് സുല്ലമി, അമ്മങ്കോത്ത് അബൂബക്കർ മൗലവി, ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, CM മൗലവി, ഇങ്ങനെ നിങ്ങളുടെ വലിയ ആളുകളെല്ലാം കൂടി തയ്യാറാക്കിയതാണ്. ഇതിൽ തന്നെ ഉണ്ട് സഹോദര. നിങ്ങൾ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഏതോ ഹൈന്ദവ സഹോദരൻ എഴുതിയ ക്രൈം നിങ്ങൾ എടുത്തു ഉദ്ധരിച്ചാൽ ഞങ്ങൾക്ക് എതിരാകൂല. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഖുർആനും സുന്നത്തും ഇതിന്റെയും പേരിൽ വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ വിളമ്പിയത് ജനം അറിഞ്ഞിട്ടുണ്ട്, നേരം വെളുത്തിരിക്കുന്നു എന്ന കാര്യം നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് സ്വമതീയത്തിന്റെ കാര്യമാണ്. സ്വമതീയത്ത് തെളിയിച്ചിട്ടില്ലാതെ നിങ്ങൾ പറഞ്ഞു. ഒരുപാട് കഴിഞ്ഞ ഉച്ചക്ക് മുമ്പ് അത് തന്നെയായിരുന്നു ഞങ്ങൾ തെളിയിച്ചിരുന്നത്. സുലൈമാൻ സഖാഫി ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. സ്വമതീയത്ത് മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു എന്നതിന് ഇത് നുസവ്വീകും ബി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് ഞങ്ങൾ ഓതി. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച ലൗകാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന ഇദല്ലബ്തഖൂ ഇലാ ദിൽ അർശി സബീലാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ആയത്ത് ഞങ്ങൾ ഓതി. വീണ്ടും ഞങ്ങൾക്ക് ആയത്ത് ഓതാൻ കഴിയും. ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത തുടങ്ങിയ ഒട്ടേറെ ആയത്തുകളിൽ അല്ലാഹു ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ഓതിയിട്ടില്ല ഇല്ല എന്ന് പറയരുത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിന്റെ പരിധിയിൽ പെടാത്ത സഹായാർത്ഥന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് അഊദു ബികലിമാത്തില്ലാഹി തഅമ്മഹതി മിൻ ശർരി മാ ഖലഖ് എന്ന ആയത്ത് ഞങ്ങൾ ഹദീസ് ഓതി. ഞങ്ങൾ പറഞ്ഞു മഹാത്മാക്കളോട് നബി തങ്ങൾ സഹായം ചോദിച്ചു എന്നാണ് റാസി അതിന് വിശദീകരിച്ചത് എന്ന് പറഞ്ഞപ്പോ മൗലവി സാഹിബ് പറയാ അങ്ങനെയല്ല, കുൻ എന്നാണ് അതിന്റെ അർത്ഥം. മൗലവി സാഹിബെ നിങ്ങൾ അതൊന്ന് നോക്കണം. അവിടെ നിന്ന് ആരെങ്കിലും കഥയില്ലാതെ എഴുതി തരുന്നത് പറഞ്ഞാൽ മാത്രം പോരാ. എപ്പോഴാണ് റാസി ഇത് പറയുന്നത് നിങ്ങൾ നോക്കണം. ആദ്യം പറയുന്നത് ഫൈദാ ഖാല റജുലു അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി എന്ന് പറഞ്ഞാൽ ഫഖദ് ഇസ്താദ ബിതിൽകൽ അർവാഹി അത്വാഹിറതി മിൻ ശർരി തിൽകൽ അർവാഹിൽ ഖബീസ. ആ പറഞ്ഞ വ്യക്തി എന്താണ് അവിടെ ചെയ്തത്? പരിശുദ്ധാത്മാക്കളോട് സഹായം ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിന്റെ അർത്ഥം. അതിനുശേഷം മൗലവി സാഹിബ് ഇതിന് പുറമെ ഇനിയും ഇതിന് വ്യാഖ്യാനമുണ്ട്. എന്താ വ്യാഖ്യാനം? കലിമാത്തുല്ലാഹി ഹിയ ഖൗലു കുൻ എന്ന്. അതുകൊണ്ട് കുൻ എന്ന തഫ്സീർ മാത്രമേ ഉള്ളൂ എന്ന് റാസി പറഞ്ഞിട്ടില്ല. റാസി അതും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആദ്യം പറഞ്ഞ വിശദീകരണവും പറഞ്ഞിട്ടുണ്ട്. അത് മൂടി വെച്ചിരിക്കുകയാണ് നിങ്ങൾ. ആ ഭാഗം നിങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ടാണ് നിങ്ങളത് ഇമാം റാസിയുടെ അഭിപ്രായം ഇത് മാത്രമാക്കിക്കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഭാഗം നിങ്ങൾ വായിക്കുകയും ശരിയായ രൂപത്തിൽ അർത്ഥം വെക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാന്നിധ്യത്തിൽ നബി തങ്ങളോട് സഹായാർത്ഥന നടത്തിയതിന് തെളിവുണ്ടോ എന്നതിന് സുലൈമാൻ സഖാഫി 4 തവണ നേരത്തെ മറുപടി പറഞ്ഞു. ഇമാം മുസ്നദിൽ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സഹായാർത്ഥന ആ സ്വഹാബി വര്യൻ അപ്പുറത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചൊല്ലുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, എന്നെ നിങ്ങൾ സഹായിക്കണമേ, തങ്ങൾ എന്റെ കാര്യം, എന്റെ ആവശ്യം തങ്ങൾ വീട്ടി തരണമെന്ന അല്ലാമ ഹാഫിള് ഇമാം ജസരി തന്റെ അൽ ഹിസ്നുൽ ഹസീൻ എന്ന വിശ്രുതമായ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ലിതഖ്ലിയ ഹാജതി, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ലിതഖ്ലിയ ഹാജതി, തങ്ങൾ എന്റെ ആവശ്യം വീട്ടി തരണേ. ഹദീസ് സഹീഹ് അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? സഹിയായ ഹദീസാണെന്ന് ഹദീസ് പണ്ഡിതന്മാർ പ്രഖ്യാപിക്കുന്നു. മറ്റൊരു ചോദ്യം യാ ഇബാദല്ലാഹി അഗീതൂനി എന്നായിരുന്നു. ആ ഹദീസിനെ പറ്റി ഞങ്ങൾ ചോദിച്ചത് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു, ആ ഹദീസ് അത് സഹിയായ ഹദീസാണെന്ന് ബഹുമാനപ്പെട്ട ഹദീസ് പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഹാഫിദ് നൂറുദ്ദീനുൽ ഹൈസമി തന്റെ മജ്മുഉസ് സവായിദ്, ആ മജ്മുഉസ് സവായിദിന്റെ 10ാമത്തെ വാല്യം 132ാമത്തെ പേജിൽ പറഞ്ഞു, റവാഹു തബറാനിയു വരിജാലുഹു സിഖാത്തുൻ, ഇതിന്റെ റിപ്പോർട്ടർമാര് വളരെ യോഗ്യരാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം നൂറുദ്ദീനുൽ ഹൈസമി പറഞ്ഞിട്ടുണ്ട്. മൗലവി, നിങ്ങളത് കട്ടുമാറ്റരുത്. അത് തന്നെ നിങ്ങൾ അംഗീകരിക്കുന്ന
മൗലവിയായ നേതാവായ ഷൗക്കാനി തന്നെ തന്റെ ഫത്ഹുൽ ഖദീർ തുഹ്ഫത്തുൽ സാകിരീനിന്റെ 155-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞു ഖാലഫി മജ്മഉ സവായിദി റിജാലുഹു സിഖാത്തുൻ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് വളരെ സുദൃഢമായ പരമ്പരയിലൂടെയാകുന്നു, അയോഗ്യരല്ല യോഗ്യമാകുന്നു. എന്നിട്ട് ഈ